രാജാവ് എഴുന്നള്ളുന്നു പറ. കൊടിയേറി മക്കളെ. നേരാന്നോടാ നീ പറഞ്ഞത്? നേരാ കൊച്ചമ്മേ. ഗംഭീരമായിരിക്കണം, നാടൊന്ന് ഇളകണം. എന്റെ നല്ല സമയം തുടങ്ങി. ഭീകരൻ കൊട്ടും ഭീകരൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അല്ല, ആളുകൾ വെറുതെ പറയുന്നാവൂലേ? വെറുതെ അല്ല, സത്യമാണ്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. കേട്ടില്ലേ, നാട്ടിലിപ്പോ ഇതേ ഉള്ളൂ സംസാരം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലോഗോ വന്നിരിക്കുകയാണ്. ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു, കാത്തിരിക്കായിരുന്നു. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഈ വർഷം ബിഗ് ബോസ് ഉണ്ടാകുമോ ഇല്ലയോ? നിങ്ങളിൽ പലരും വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ ചർച്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ഒരു ലോഗോ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വരും. നന്നായി, അസലാക്കണം, ഗംഭീരാക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തായാലും ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ ഈ ഒരു ലോഗോ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നിന്റെ സമയം കൊള്ളാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തിലാണ് നീ എന്നെ കാണാമെന്ന്. ലാലേട്ടൻ ഇല്ലാതെ മലയാളം ബിഗ് ബോസ് ഇല്ല എന്ന ഒരു സന്ദേശം കൂടി അത് നൽകുന്നുണ്ട്. ഉടനെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം, പിന്നെ ഫ്രീ ടൈം കിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോഗോ തന്നെയാണ്. എല്ലായ്പ്പോഴും എന്നതുപോലെ ലോഗോയുടെ തീമിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ആർട്ടിസ്റ്റുകളൊക്കെ പേര് കേട്ടവരായിരിക്കണം, അവരൊക്കെ വലിയ വലിയ ട്രൂപ്പുകളായിരിക്കും. പക്ഷേ എന്റെ നാടകം എന്ന് പറയുമ്പോ അവർക്ക് താല്പര്യം കാണും. ലാലേട്ടൻ ആറാടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലോഗോ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ സാറിന്റെ കടുത്ത ആരാധകരാ. സ്കൂളിലെ പിള്ളേർ ആകെ ഇളകിയിരിക്കുക. പിള്ളേര് മാത്രോ, നാട്ടുകാർ മുഴുക്ക്. എന്തായാലും ഇനി നമുക്കിത് സംബന്ധിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് എത്താം. തൽക്കാലം ബൈ. നിങ്ങളുടെ വരവ് ഈ നാട്ടിന്റെ സന്തോഷമാണെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു.